ഇന്നത്തേത് നമ്മുടെ പൂനെ മഹാരാഷ്ട്രയിലെ തന്നെ അധികം ആരും എത്തിപ്പെടാത്ത എങ്കിൽ വന്നവർ വീണ്ടും വീണ്ടും വരാൻ ആഗ്രഹിക്കുന്ന ഒരു അതിമനോഹരമായ സ്ഥലത്തെ കാഴ്ചകളിലേക്കാണ് കേട്ടോ ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. കാര്യം ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാനിടയായതും അതുകൊണ്ട് തന്നെയാണ്. കാര്യം നമ്മൾ പൂനെയിൽ അല്ലെങ്കിൽ മഹാരാഷ്ട്രയിൽ വരുന്നവരാണെങ്കിൽ തീർച്ചയായും ഈ ഒരു സ്ഥലം നിങ്ങൾ വിസിറ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും വലിയ നഷ്ടം തന്നെയാണെന്ന് പറയാം. പ്രത്യേകിച്ച് കുട്ടികളുള്ളവർ. കാര്യം നമ്മൾ ഏറ്റവും കൂടുതലും ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യം നമ്മൾ കുട്ടികളെ എത്രത്തോളം എൻ്റർടൈൻ ചെയ്യിക്കാം, അല്ലെങ്കിൽ അവർ എത്രത്തോളം ഹാപ്പി ആയിട്ടിരിക്കും. അപ്പോൾ ഞാനൊക്കെ ആയിക്കഴിഞ്ഞാലും നമ്മളൊരു സ്പോട്ട് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ആദ്യം നമ്മൾ നോക്കുന്ന ഒരു കാര്യം അവർ എത്രത്തോളം ഹാപ്പി ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ നമുക്ക് അവരെ കൊണ്ടുപോകുന്നതാണ്. അപ്പം അത്തരത്തിലൊരു മനോഹരമായ ഒരു പാർക്കാണ് നമ്മളെ പേർഷ്യ പാർക്ക്. ഇതിൽ നമുക്ക് എൻട്രൻസിൽ തന്നെ നമ്മൾ കുട്ടികൾ ശരിക്കും പ്രവേശനമില്ല. അതായത് ന്യൂലി മാരീഡ് ആയിട്ടുള്ള കപ്പിൾസിനൊക്കെ പ്രവേശനമില്ല. അത് പറയാൻ കാരണം കുട്ടികളുള്ളവർക്ക് മാത്രമേ അവർ തരത്തുള്ളൂ. അതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുകയാണെങ്കിൽ മുതിർന്നവർക്ക് വെറും 10 രൂപയാണ് ഇവിടെ ചാർജ് ചെയ്യപ്പെടുന്നത്. അതുപോലെ തന്നെ കുട്ടികൾക്ക് വെറും 40 രൂപ. അങ്ങനെ ആ ഒരു ഫീസ് കൊടുത്ത് നമ്മൾ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കുട്ടികൾക്ക് സ്പെൻഡ് ചെയ്യാം. അതായത് വലിയ ആൾക്കാർക്ക് 10 രൂപയുള്ളൂ. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. പിള്ളേർക്ക് ശരിക്കും അഡ്വഞ്ചറസ് പാർക്ക് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ശരിക്കുള്ള പേര് ശരിക്കും അഡ്വഞ്ചറസ് തന്നെയാണ് കേട്ടോ. നമുക്കിപ്പോ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാറിലൊക്കെ പോയി കഴിഞ്ഞാൽ ഓരോന്നിലും കയറാൻ നമ്മൾ ഓരോന്നിനും പൈസ കൊടുക്കും. പക്ഷെ അതിന്റെ ആവശ്യമൊന്നുമില്ല. 40 രൂപ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് എത്ര സമയം വേണമെന്നുണ്ടെങ്കിലും ഇതിനകത്ത് കയറി കളിക്കാം. ശരിക്കും നമുക്ക് എന്താ പറയുക, ഒരു ഫുൾ ഡേ കറങ്ങാനുള്ള കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഒരു പാർക്ക് കൂടി കുട്ടികൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ സ്റ്റാർട്ടിങ് തന്നെ കുട്ടികളെ നേരെ കയറിയപ്പോൾ തന്നെ അത് ഇത്തരത്തിലുള്ള രസകരമായ കാഴ്ചകളൊന്നും ഞാൻ കേരളത്തിൽ കണ്ടില്ല. കേരളത്തിൽ ഒരുപാട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒത്തിരി നല്ല കാര്യങ്ങളുണ്ട്. പക്ഷേ അതിനകത്ത് ഇത്തരത്തിലുള്ള ഒരു പാർക്കുകൾ കൂടി ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും കുട്ടികൾക്ക് അത് ഏറ്റവും കൂടുതൽ എന്റർടൈൻ ചെയ്യാനുള്ള ഒരു കാര്യങ്ങൾ. ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ഇതിനകത്ത് പഠിച്ചെടുക്കാൻ കൂടി പറ്റുന്നുള്ളത് ഞാൻ ഈ ഒരു ട്രിപ്പിൽ കൂടി മനസ്സിലാക്കിയ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരുപാട് കുഞ്ഞു കുഞ്ഞു ആക്ടിവിറ്റീസ് ഇതിനകത്ത് കുട്ടികൾക്കായിട്ടുണ്ട്. ശരിക്കും ഒരു 5 വയസ്സ് തൊട്ടുള്ള കുട്ടികൾക്ക് അതായത് ഇതിനകത്തേക്ക് കയറാൻ കേട്ടോ. അത് ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. ചെറിയ കുഞ്ഞു മക്കൾ ഇപ്പം നമുക്ക് 1-2 വയസ്സുകളൊക്കെ എല്ലാ കുട്ടികൾക്കായിട്ടുള്ള വേറെ തന്നെ ഒരു സെക്ഷൻ ഉണ്ട്. വലിയ കുട്ടികൾക്ക് വേറെ തന്നെ ഒരു സെക്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യാം. ഏറ്റവും വലിയ ഹൈലൈറ്റ് ഞാൻ പറഞ്ഞു 40 രൂപ മാത്രം നമുക്ക് ഇതിനൊരു മുടക്ക് നട്ടുള്ളൂ. ബാക്കി ഒന്നുമില്ല. കാര്യം നമ്മൾ മൂന്നാർ അങ്ങനെയുള്ള വയനാടൊക്കെ പോകുന്ന സമയത്ത് ഇതുപോലുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റിയേക്കാം. പക്ഷെ എന്താണ് ഒരു പ്രശ്നം, അവിടെയൊക്കെ നമ്മൾ ഓരോന്നിലും കയറണമെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ചാർജ് ചെയ്യപ്പെടല്ലേ. മിനിമം 200-300 രൂപയൊക്കെ ചാർജ് ചെയ്യും. അല്ലെങ്കിൽ ഒരു പാക്കേജ് ആയിട്ട് 1500, 2000 ഒക്കെ. നമ്മളിപ്പോൾ ലാസ്റ്റ് ടൈം മൂന്നാറൊക്കെ പോയപ്പോഴത്തേക്ക് അങ്ങനെയായിരുന്നു. 1500 രൂപയൊക്കെ എങ്ങാണ്ടായ ഒരു പാക്കേജ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ എല്ലാ ആക്ടിവിറ്റീസും ചെയ്യാം. അപ്പോൾ സാധാരണ ഒരു കുടുംബം നമ്മൾ ജീവിതം അതായത് മുന്നോട്ട് പോകാൻ കഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ടല്ലേ. അപ്പോൾ അത്തരത്തിലുള്ളവരൊക്കെ എന്ന് പറയുമ്പോൾ ഒരു ഫാമിലിയായിട്ട് പോകുന്ന കാഴ്ചകളൊക്കെ കാണാൻ പോയി കഴിഞ്ഞാലും കുട്ടികളൊക്കെ വാശി പിടിക്കും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കയറണം എന്നൊക്കെ. അപ്പോൾ അങ്ങനെ കയറുന്ന സമയത്ത് അവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം അഫോർഡ് ചെയ്യാൻ പറ്റാത്ത റേറ്റുകളാണ് ഇതൊക്കെ. അപ്പം ഇത്തരത്തിലൊരു ചെറിയ പാർക്കുകളൊക്കെ നമ്മളെ നാട്ടിലൊക്കെ വരുവാണെങ്കിൽ എന്തായാലും ഞാൻ ഈ പറഞ്ഞതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ട്. അതായത് ഇത്തരത്തിലുള്ള പാർക്കുകൾ നാട്ടിൽ കൊണ്ടുവരണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ എനിക്കറിയാത്തത് കൊണ്ടാണോ എന്നറിയില്ല കേട്ടോ. ഞാൻ അറിയാത്ത കാര്യങ്ങളാണ് നിങ്ങളുടെ ഷെയർ. കാര്യം ഞാൻ കേരളത്തിൽ ഒരു സ്ഥലത്തും ഇങ്ങനെ ഒരു പാർക്ക് ഇത്രയും ചെറിയ തോതിൽ ഇത്രയും അഡ്വഞ്ചറസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഉള്ള ഒരു പാർക്ക് ഞാൻ കണ്ടില്ല. അപ്പോൾ ആർക്കെങ്കിലും അതായത് എൻ്റെ ഈ വീഡിയോസ് തന്നെ ഇപ്പം നിങ്ങളെല്ലാവരും കാണുമോ എന്ന് പോലും എനിക്കറിയില്ല. പക്ഷേ കാണുന്നവരായാലും കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതായത് നിങ്ങളുടെ ആ ഒരു സ്ഥലത്ത് നിങ്ങൾ ഏത് ജില്ലക്കാരാണ്, കേരളത്തിനകത്ത് ഏത് ജില്ലക്കാരാണ് നിങ്ങളെന്നുള്ളതും. അതുപോലെ ഞാൻ നാട്ടിലെ കണ്ണൂർക്കാരുണ്ട്. കണ്ണൂർ എന്തായാലും ഇങ്ങനെ ഈ ഒരു അഫോർഡബിൾ റേറ്റിൽ ഈ ഒരു പാർക്ക് ഇല്ല. ഓക്കെ, അപ്പം ബാക്കിയുള്ള ഏതെങ്കിലും ജില്ലക്കാർ എൻ്റെ ഈ വീഡിയോസ് കാണുകയാണെങ്കിൽ നിങ്ങളുടെ ജില്ലക്കകത്ത് ഇതുപോലുള്ളൊരു അഡ്വഞ്ചറസ് പാർക്ക്, അതും വെറും ഞാൻ പറഞ്ഞു മുതിർന്നവർക്ക് 10 രൂപയും കുട്ടികൾക്ക് 40 രൂപയും കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ഏത് ഇതിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കയറാം. അപ്പോൾ അത്തരത്തിലൊരു പാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം. നെക്സ്റ്റ് ടൈം നമ്മൾ നാട്ടിൽ വരുന്ന സമയത്ത് തീർച്ചയായും അവിടെ നമ്മൾ വിസിറ്റ് ചെയ്തിരിക്കും. അതിൻ്റെ വീഡിയോ ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യും. കാര്യം ഉണ്ടെങ്കിൽ നമുക്കറിയാത്ത കാര്യമാണെങ്കിൽ അത് അറിഞ്ഞിരിക്കട്ടെ അല്ലേ. നമ്മൾ കണ്ടില്ലേ ഇതുപോലുള്ള ഊട്ടിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇതുപോലുള്ള നമ്മുടെ ടോയ് ട്രെയിൻ പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കയറുള്ളത് അല്ലേ. പക്ഷേ എങ്കിലും നമുക്ക് പൈസ കൊടുത്തല്ലേ കയറാൻ പറ്റും. ഇതിപ്പോൾ കണ്ടില്ലേ, ഇപ്പം ഒരു കുഞ്ഞു മക്കളൊക്കെ ആയിക്കഴിഞ്ഞാൽ കൂടുതൽ ഇപ്പം നമ്മൾ ഈ കാഴ്ചകൾ ഈ മരങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെടികളും ഒക്കെ കണ്ടു നടക്കുന്ന സമയത്ത് അവർക്ക് അതിനോട് അത്ര വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല അല്ലേ. പക്ഷെ നേരെ മറിച്ച്
വലിയ ആൾക്കാരാണെങ്കിലോ ഏറ്റവും കൂടുതലും ഈ പറഞ്ഞതുപോലെ കുട്ടികളൊക്കെ ഇതിലും ഏറ്റവും കൂടുതലും ഇഷ്ടപ്പെടുന്നത് ഈ ഒരു കാഴ്ചകളാണല്ലോ. ഇത് മൊത്തം ചെറിയ കുട്ടികളുടെ സെഷൻസ് ആണ് കേട്ടോ. പക്ഷെ അതിലായി കഴിഞ്ഞാലും ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. ഇത് കണ്ടില്ലേ? അതിനെ സിംഗ് ആക്കിയല്ലേ? ബദ്രി അഡ്വഞ്ചറസ്. ഓ ഓ ഓ ഓ ഓ ആ പോട്ടെ ആ പോട്ടെ ആ പോട്ടെ. വാ ബൈ. കണ്ടല്ലോ ഈ വീഡിയോയിൽ കൂടി ഞാൻ പറഞ്ഞതൊക്കെ അടിപൊളിയായില്ലേ. കാര്യം ഈ നമ്മളെ കുട്ടികളൊക്കെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് പഠിക്കണം, എങ്കിലേ നമ്മൾ അടിപൊളിയായിട്ട് വളരാൻ പറ്റും അല്ലേ. അതുപോലെ തന്നെ ഇവിടെ ഏറ്റവും ലാഭം ഞാൻ മനസ്സിലാക്കിയതിൽ സെക്യൂരിറ്റിക്കാണ് കേട്ടോ. കാര്യം ലേഡീസാണ് കൂടുതലേ. അപ്പം ഏകദേശം നമ്മൾ അറിഞ്ഞിടത്തോളം 26,000 രൂപ കൊണ്ട് സാലറി ഉണ്ട്. അപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇതുപോലുള്ള എൻജോയ് ചെയ്തിരിക്കാം. അങ്ങനെ സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ജോലി. അപ്പം എന്തായാലും ഞങ്ങൾ ഒത്തിരി എൻജോയ് ചെയ്തു. എൻ്റെ മോനായി കഴിഞ്ഞാലും ഒരുപാട് എൻജോയ് ചെയ്ത ഒരു ട്രിപ്പായിരുന്നു ഇത് കേട്ടോ. അപ്പം നിങ്ങളെ നാട്ടിലും ഞാൻ ഈ വീഡിയോ കാണുന്നവർ നിങ്ങൾ ഏത് ജില്ലക്കാരാണെന്നുള്ളത്, നിങ്ങളുടെ നാട്ടിൽ ഇതുപോലൊരു പാർക്ക് ഉണ്ടെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലോ ഈ പറഞ്ഞതുപോലെ. അതുപോലെ പൂനെയിൽ വരുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു പാർക്കിൽ വരണം, വിസിറ്റ് ചെയ്യണം. ആർക്കായി കഴിഞ്ഞാൽ നിങ്ങളുടെ കുട്ടികൾക്ക് ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി സ്പോട്ടാണ് ശരിക്കും പറഞ്ഞാൽ. പിന്നെ രാവിലത്തെ 10 മണി മുതൽ വൈകിട്ട് 6 മണി വരെ മാത്രമാണ് ഇതിൽ എൻട്രി ഉള്ളത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ നമ്മൾ ഒന്ന് ആലോചിച്ചാൽ മതി, നമ്മളിപ്പോൾ ഒരു മോളിൽ അല്ലെങ്കിൽ വേറൊരു സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ മിനിമം നമ്മൾ ഒരു ഇതുപോലെ പ്ലേ ടൈമിൽ കുട്ടികൾ കയറുവാണെങ്കിൽ 1 ഹവറിന് തന്നെ 1,500-2,000 രൂപ ആവുന്നുണ്ട്. മിനിമം 1000 രൂപയെങ്കിലും ആവും അല്ലേ. അപ്പം അതിലെന്താണ് ജസ്റ്റ് അതിനകത്തുള്ള 2-3 കാര്യങ്ങൾ, പുറത്തെ കുറേ കാഴ്ചകളും ആ ഒരു പുറത്തെ അറ്റ്മോസ്ഫിയറിൽ എൻജോയ് ചെയ്ത് പോകാൻ പറ്റിയ ഒരു പാർക്ക് എന്ന് പറയുകയാണെങ്കിൽ ഫസ്റ്റ് മാർക്ക് നമുക്കിതിൽ കൊടുക്കാം അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് തേടി പിടിച്ച് ഇതിലേക്ക് പോയതും. അപ്പോൾ ഞാനൊരു വീഡിയോ എടുക്കാനുള്ള കാര്യം അതുകൊണ്ടാണ്. കാര്യം അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഇത്തരത്തിലുള്ള പാർക്കുകളൊക്കെ നമ്മൾ കൂടുതലും വരാനും എൻജോയ് ചെയ്യാനും വേണ്ടി ശ്രമിക്കാം. ഓക്കെ. അപ്പം നമ്മൾ ഇതുപോലുള്ള ഒരുപാട് വിശേഷങ്ങളും നല്ല നല്ല കാഴ്ചകളായിട്ടുള്ള വീഡിയോസായിട്ട് ഞാൻ ഇനിയും നിങ്ങളുടെ മുന്നിലേക്ക് വരും കേട്ടോ. അപ്പം നമ്മുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഫോളോ ചെയ്ത് നിങ്ങളൊന്ന് കൂടെ കൂടിക്കോ. നല്ല രസകരമായിട്ടുള്ള കാഴ്ചകളൊക്കെ നിങ്ങളെ മുന്നിലേക്ക് ഞാൻ എത്തിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു സ്ഥലത്തിൻ്റെ വിശേഷമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരും. അതുവരേക്കും ബൈ.